പെരുമ്പാവൂരിൽ അക്ഷരപ്പെരുമ 12 ജൂൺ 20 മുതൽ 24 വരെ നടക്കും. ഇതിന്റെ മുന്നോടിയായി വേങ്ങൂർ മാർക്കൗമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ മുനിസിപ്പൽ ലൈബ്രറി സന്ദർശിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ PN പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി ഒരുക്കുന്ന അക്ഷരപ്പെരുമ 12 ജൂൺ 20 മുതൽ 24 വരെ നടക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അക്ഷരപ്പെരുമ സാംസ്കാരികോത്സവത്തിന് മുന്നോടിയായി വേങ്ങൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറി സന്ദർശിച്ചു. ചെയർപേഴ്സൺ KN സംഗീത, വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, കൗൺസിലർമാരായ അജി C. പണിക്കർ, ലതാ സുകുമാരൻ, ബുഷ്ര, KP റെജിമോൻ, നജീബ്, മേഴ്സി ജോൺസൺ, ലൈബ്രറി കമ്മിറ്റി അംഗം മുഹമ്മദ് മാസ്റ്റർ എന്നിവർ ഇവരെ സ്വാഗതം ചെയ്തു. ഇതിൻ്റെ തലക്കെട്ടുകൾ ആദ്യമേ തന്നെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ താഴേക്കുള്ള വാർത്തകൾ വായിക്കാം. അപ്പോൾ പിന്നെ കുറേ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ TV കൂടെ ആയാലും നമ്മൾ യൂട്യൂബിൽ കൂടെ ആയാലും ഒരുപാട് ഫോൺ പലതരത്തിൽ നമ്മളെല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമുക്ക് ചിരിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൂടാതെ നമുക്ക് അറിവ് നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ച അറിവ് നൽകുന്ന നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ വായിക്കുന്നതിനും അറിവ് നേടുന്നതിനും പിന്നെ അതിനെപ്പറ്റി ആധികാരികമായി എഴുതിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് വച്ചിട്ടുണ്ട്. ഒത്തിരി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമുക്ക് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും മെമ്പർഷിപ്പ് എഴുതാനും എല്ലാ സൗകര്യങ്ങളെല്ലാം നമ്മുടെ നഗരസഭ ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈബ്രറി പ്രവർത്തകർ കുരുന്നുകൾക്ക് മധുരം വിതരണം നടത്തുകയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ ജൂൺ 10 പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭാ ലൈബ്രറി സന്ദർശിക്കുന്നതിനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും മാർക്കൗമ സ്കൂളിലെ അധ്യാപകർ കാണിച്ച ഈ വലിയൊരു മനസ്സിന് അധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. 2013 വായനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സംരംഭം നഗരസഭ ആരംഭിച്ചത്. നീണ്ട 11 വർഷക്കാലവും വളരെ വിജയപ്രദമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും വളരെ വിപുലമായ പരിപാടികളോട് തന്നെ ഈ പരിപാടി നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ വായനയിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ പൊതുസമൂഹത്തെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെ നഗരസഭ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇതുമായി വന്ന് കണ്ട് സഹകരിച്ച് അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിയുവാനായിട്ട് ആത്മാർത്ഥമായി ആശ്വസിക്കുകയാണ്. മാർക്കൗമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരായ ഷിജി, ഷീല, ലിബി, നോൺ ടീച്ചിംഗ് ജീവനക്കാരായ ബീന, പീറ്റർ എന്നിവർ കുട്ടികൾക്കൊപ്പം ലൈബ്രറിയിൽ എത്തിയിരുന്നു. അക്ഷരപ്പെരുമയിൽ എഴുത്തുകാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് PN പണിക്കർ അനുസ്മരണമാണ് അല്ലേ? ജൂൺ 19 PN പണിക്കർ അനുസ്മരണമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. PN പണിക്കർ ആരായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? എഴുത്തും വായനയും വ്യാപനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അക്ഷരങ്ങളെ കൂട്ടുകാരാക്കി, പുസ്തകങ്ങളെ സംവേദ ഉപകരണങ്ങളാക്കി, വീടാന്തരം കയറിയിറങ്ങി പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുവാൻ ഒരു ജനതയെ പ്രാപ്തമാക്കിയ ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക, എന്തുകൊണ്ടാണ് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കേണ്ടത് എന്ന് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ വായനകളും ഡിജിറ്റൽ പുസ്തകങ്ങളും ഡിജിറ്റൽ ലൈബ്രറികളുമായി മാറിയിരിക്കുകയാണ്. എങ്കിൽ പോലും പുതുതായി സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പുതിയ പുസ്തകവും ആ പുതിയ പുസ്തകം പകർന്നു തരുന്ന വായനാനുഭവവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നൃത്തസന്ധ്യ, സംഗീത കച്ചേരി, നാടകം, കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാട്ടുപാട്ടരങ്ങ്, അലോക്ഷി പാടുന്നു എന്നിങ്ങനെയാണ് പരിപാടികൾ. പുസ്തകമേള, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, ഖാദി, കൈത്തറി, വനശ്രീ മേളകൾ, നാടൻ ഭക്ഷ്യമേള, കുടുംബശ്രീയുടെ പ്രത്യേക രുചിക്കൂട്ട് ഭക്ഷണമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമാണ്. വായിച്ചു വളർന്നാൽ വിളയും. അപ്പോൾ നമുക്ക് നന്നായി വിളയാൻ കഴിയുന്നവരാവണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും വായനാ ദിനത്തിൽ പ്രത്യേക ആശംസകൾ. ഇന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന ഈ കുഞ്ഞുമക്കളെ ഇവിടെ കൊണ്ടുവന്ന ആ സ്കൂൾ
സ്കൂളിലെ ടീച്ചർമാർക്ക് ആദ്യമേ എല്ലാ നന്ദിയും ആശംസകളും പറയുന്നു. അതുവഴി മക്കൾ ഇന്നിവിടെ എത്തിച്ചേർന്ന് ഇവരെ എനിക്ക് കാണാനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.